Hello students, in this session we are discussing the fourth part of our limits and derivatives. ഈ ഒരു പാഠത്തിൻ്റെ 50% ഏരിയ നമ്മൾ 3 പാർട്ടിലായിട്ട് 3 സെക്ഷനിലായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി 50% ഏരിയയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. 50% ഏരിയ ലിമിറ്റ്സും ബാക്കി 50% ഏരിയ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഏരിയ ആയിരുന്നു. ഞാൻ ആദ്യം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് കാര്യങ്ങൾ പഠിപ്പിച്ച് വന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്ക് പോവാണ്. സോ ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും ലിമിറ്റ്സിൻ്റെയും ഡെറിവേറ്റീവ്സിൻ്റെയും ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ലിമിറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. സോ ഈ ഒരു സെക്ഷനിൽ ലിമിറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുകയും ഫുൾ പ്രോബ്ലംസും നമ്മൾ ചെയ്യും. 3 ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ആ 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാമിന് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള നമ്മൾ ചെയ്യണ ഈ പ്രോബ്ലംസിൻ്റെ അതേ ടൈപ്പോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസോ ആയിരിക്കും എക്സാമിന് വരിക. സോ ചെയ്യണ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം എഴുതിയിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്കാണ് പോകാനുള്ളത്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഡെഫിനിഷൻ ആദ്യം ഒന്ന് പറയാം. ഡെഫിനിഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഡെഫിനിഷൻ പഠിക്കേണ്ടതില്ല. പക്ഷേ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റേതായ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. തിയററ്റിക്കൽ ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന മാത്സ് പേപ്പേഴ്സിൻ്റെ തന്നെ എന്താണെന്നുള്ള കാര്യം കുറച്ചെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ലിമിറ്റ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഏരിയയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡെറിവേറ്റീവിൻ്റെ 3 സെക്ഷനിലായിട്ട് അതിൻ്റെ പ്രോബ്ലംസും അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 3 സെക്ഷനിൽ ഡെറിവേറ്റീവ്സ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. സോ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. നമുക്ക് ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷന് വാല്യൂസ് കിട്ടും. നമ്മൾ ഈ ഒരു എക്സിന് 1 എന്ന് കൊടുത്താൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1 സ്ക്വയർ എന്നാവും. ഈ എഫ് ഓഫ് എക്സിന് 2 എന്ന് കൊടുത്താൽ ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ 2 സ്ക്വയർ എന്നാവും. സോ നമ്മൾ എക്സിന് എന്താണോ വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ഈ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും, 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഞാൻ പറയുകയാണ്, ഇവിടെ എക്സിൻ്റെ വാല്യൂ ഞാൻ 0ക്ക് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണ്. എക്സ് ടേക്ക് വാല്യൂസ് ക്ലോസ് ടു 0. എക്സിൻ്റെ വാല്യൂ ഞാൻ 0നോട് ക്ലോസ് ആയിട്ട് ഉള്ള വാല്യൂസ് കൊടുക്കാൻ. 0ൻ്റെ ക്ലോസ് ആയിട്ട് ചിലപ്പം 0ക്ക് +5 കൂട്ടി 0.5, അല്ലെങ്കിൽ 0 ഒരു 0.5 കുറച്ച്, അല്ലെങ്കിൽ 0.1, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള 0 നിന്ന് ഒരു 0.1 കുറച്ച വാല്യൂ. സോ 0ക്ക് ഇപ്പുറത്തുള്ള വാല്യൂ നമുക്ക് 1ന് ഇപ്പുറത്തുള്ള വാല്യൂ 1ൻ്റെ ബാക്കിലേക്കുള്ള വാല്യൂ എന്ന് പറയാം. നമുക്ക് 2ക്ക് ഇപ്പുറത്തുള്ള വാല്യൂ 2ക്ക് ബാക്കിലേക്കുള്ള വാല്യൂ എന്ന് പറയില്ലേ. അതേപോലെ ഞാൻ ഇവിടെ ചെയ്യാണ്, എക്സിന് 0ക്ക് ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് എക്സിന് കൊടുക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷനും എന്ത് കിട്ടും, 0നോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. സോ ഞാൻ പറയുകയാണ്, എക്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, വാല്യൂസ് കൊടുക്കാൻ 0ൻ്റെ അടുത്തുള്ള വാല്യൂസ് കൊടുത്താൽ ആ ഫംഗ്ഷനും എന്ത് കിട്ടും, 0ക്ക് അടുത്തുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ എക്സിന് 0ക്ക് ക്ലോസ് ആയ വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0, എക്സ് ടെൻഡ്സ് ടു 0, സോ എഫ് ഓഫ് എക്സ് ആൾസോ ടെൻഡിങ് ടു 0. അതായത് നമുക്കിത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലിമിറ്റ് വെച്ച് പറയാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ലിമിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലുള്ള എക്സിന് 0ക്ക് അടുത്തുള്ള വാല്യൂ എക്സ് ടെൻഡിങ് ടു 0ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ 0ലേക്ക് ടെൻഡ് ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രോബ്ലം നമ്മൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. 3 ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് നമുക്ക് സിമ്പിളായിട്ട് തോന്നും, സെക്കൻഡ് ടൈപ്പ് ഒന്നും കൂടെ അതിൻ്റെ ഹയർ ലെവൽ, അങ്ങനെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു സെക്ഷനിൽ ജനറലായിട്ട് ഈ ഒരു ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ഞാനൊന്ന് പറയാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എന്ന് മാറ്റിയിട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂയിലേക്ക് ആ ഒരു ഫംഗ്ഷൻ ടെൻഡ് ചെയ്യാണ്. എക്സ് ടെൻഡ്സ് ടു എ, എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ അടുത്തുള്ള വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരു വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യും. സോ ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്ര മാത്രം മനസ്സിലാക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.
എക്സിൻ്റെ വാല്യൂ 0ക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഫംഗ്ഷനിലുള്ള എക്സിൻ്റെ വാല്യൂവിന് നമ്മൾ എക്സിനോട് അടുത്തല്ല 0ക്ക് അടുത്തുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പ്രോബ്ലം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് ഫംഗ്ഷൻ എന്നാണ് തന്നിട്ടുള്ളത്, എക്സ് മൈനസ് 22/7. ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലേക്ക് എക്സ് ടെൻസ് ടു പൈ, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ പൈയിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിത് കണ്ടുപിടിക്കാൻ പോവാണ്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ എക്സിൻ്റെ വാല്യൂ പൈയിലേക്ക് അടുക്കുകയാണ്. സോ നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷൻ എന്തായി മാറും, അവിടെ പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈ മൈനസ് 22/7 എന്ന് വരും. നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ഡയറക്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. സോ നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പൈ മൈനസ് 22/7, പൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ, പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൈ എന്ന് പറഞ്ഞാൽ 3.14 എന്നാണ് പൈൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ പൈനെ പഠിക്കുന്ന വേറൊരു വാല്യൂ ആണ് 22/7. 22/7 എന്നാണ് പൈൻ്റെ വാല്യൂ. നമ്മൾ ഈ രണ്ട് ഡാറ്റയും പഠിച്ചു വെക്കുക. പൈ എന്ന് പറഞ്ഞാൽ 3.14 അല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞാൽ 22/7. നമ്മൾ 22/7 കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ 3.14 എന്നുള്ള വാല്യൂ കിട്ടും. സോ നമുക്ക് പൈ എന്ന് പറഞ്ഞാൽ 22/7 മൈനസ് ഇവിടെ എന്തുണ്ട് 22/7 ഉണ്ട്. സോ 22/7 മൈനസ് 22/7 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, ഈ എക്സിൻ്റെ വാല്യൂ പൈ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് അടുക്കുന്ന സമയത്ത് എക്സ് ടെൻസ് ടു 0, ഇത് നമ്മളിങ്ങനെ വായിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ല സോറി പൈ 0 അല്ല, എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് 27 ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തത്, എക്സിന് പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രമേ ഈ കാര്യം പറയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകും. എക്സിൻ്റെ വാല്യൂ പൈയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പൈയിനോട് അടുത്തുള്ള വാല്യൂസ് ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. പൈയിനോട് അടുത്തുള്ള വാല്യൂസ് എക്സിന് കൊടുത്താൽ ഇവിടെ എന്ത് വാല്യൂ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണത്, ഇവിടെ ഡയറക്റ്റ് ഈ പൈയിൻ്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെയുള്ള വാല്യൂ കണ്ടുപിടിക്കും. ശരിക്കും ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അക്യുറേറ്റ് വാല്യൂ അല്ല, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നാണ് പറയേണ്ടത്. ശരിക്ക് നമ്മൾ എല്ലാത്തും അപ്രോക്സിമേറ്റ് വാല്യൂ കാണുന്നുണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതും. ശരിക്കും വാല്യൂ 0 അല്ല വരേണ്ടത്. എന്താ വരേണ്ടത്, നമ്മളിവിടെ ശരിക്കും കൊടുക്കേണ്ടത് പൈയിനോട് അടുത്തുള്ള വാല്യൂസാണ്. എക്സ് ടെൻസ് ടു പൈ എന്ന് പറഞ്ഞാൽ പൈയിലേക്ക് അടുക്കുന്നു എന്നാണ്. സോ പൈയിനോട് അടുത്ത വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ എക്സ് ടെൻസ് ടു 1 എന്ന് ചോദിച്ചു. അപ്പോൾ എക്സ് ടെൻസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 തന്നെ അവിടെ കൊടുക്കും. ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് 0.99 അടുത്തുള്ള വാല്യൂ. സോ ഈ 0.99 എക്സ്ട്രാ വാല്യൂ ആണ്. നമുക്ക് ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിവിടെ 1 ചോദിച്ചാൽ 1 തന്നെ കൊടുക്കും. ഇവിടെ നമ്മൾ എക്സ് ടെൻസ് ടു പൈ ആണ് ചോദിച്ചത്. സോ നമ്മൾ ആ പൈ തന്നെ അവിടെ കൊടുത്തിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ എന്താണ്, ഇതാണ് എക്സ് ടെൻസ് ടു പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് കറക്റ്റ് വാല്യൂ അല്ല, എന്താണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ 1.5 അല്ലെങ്കിൽ 1.001 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് എഴുതും. സോ അതിനാണ് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇവിടെ ഒന്നും ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് 27 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈ ഡയറക്റ്റ് എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. വേറെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. എക്സ് ടെൻസ് ടു പൈ, സോ എക്സിന് പൈ കൊടുക്കണം മനസ്സിലാക്കുക, പൈ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കാണാം. നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതുണ്ട്. ഇത് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഇങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് വേറെ ചെയ്യാണ്ട്, മൂന്നാമത്തെ ടൈപ്പ് ചെയ്യാണ്ട്, ഈ ഓരോ ടൈപ്പിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത് 100% ഉറപ്പാണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x + 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4, എക്സ് എന്ത് ചെയ്യേണ്ട വാല്യൂ 4ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ സ്ഥാനത്ത് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4 × 4 + 3 ഡിവൈഡഡ് ബൈ 4 - 2. 4 × 4 എന്ന് പറഞ്ഞാൽ 16 + 3 ഡിവൈഡ് ബൈ 4 - 2 എന്ന് പറഞ്ഞാൽ 2. 16 + 3 എന്ന് പറഞ്ഞാൽ 19/2. ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഇത് ഈ ഫംഗ്ഷൻ്റെ എക്സ് 4ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് 19/2 ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഇതെന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ഇത് കണ്ടാൽ നമ്മൾ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x⁻10 + x⁻5 + 1 ഡിവൈഡ് ബൈ x - 1. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സോ -1 റേസ് ടു 10 പ്ലസ് -1 റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡ് ബൈ -1 എക്സിൻ്റെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എല്ലാ എക്സിനും -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -1 റേസ് ടു 10 -1ൻ്റെ പവർ ഇവൺ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. -1ൻ്റെ പവർ ഓഡ് നമ്പറാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഈ രണ്ട് ഡാറ്റ ഓർത്ത് വെക്കുക, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ -1ൻ്റെ പവർ ഇവനാ വന്നത്, -1 റേസ് ടു 10 എന്ന് പറഞ്ഞാൽ ഇവനാ. സോ വാല്യൂ ഇസ് 1 പ്ലസ് -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നമ്പറാ. -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1 എന്ന് പറഞ്ഞാൽ എത്രയാ? -2. ഈ 1ഉം ഈ -1ഉം തമ്മിൽ 0 ആയിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 1/-2. ഈ -2നെ മേലെ കൊടുക്കാം, അത് താഴെ എഴുതിയാലും മേലെ എഴുതിയാലും സെയിം ആണ്. ആൻസർ ഇസ് -1/2. സോ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഈ ഒരു ഡയറക്റ്റ് -1 കൊടുക്കുക, നമ്മൾ പവർ മാത്രം ശ്രദ്ധിക്കുക. ഒരു -1ൻ്റെ വാല്യൂവിൽ നമ്മൾക്ക് ഇവൻ നമ്പറാണ് തരുന്നതെങ്കിൽ -1ൻ്റെ വാല്യൂ മേലെ ഇവൻ നമ്പർ 2, 4, 6 അങ്ങനെയുള്ള വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ആ മൈനസ് അവിടെ നിന്ന് പോയിട്ട് ആ വാല്യൂ 1 ആവും. ഈ രണ്ട് ഡാറ്റ മാത്രം ഓർത്ത് വെക്കാനുള്ളൂ. -1ൻ്റെ പവർ ഓഡ് നമ്പർ വന്നാൽ അതെന്താവും? -1 ആവും. ഇവൻ നമ്പറാണ് വരുന്നതെങ്കിൽ അത് 1 ആവും. സോ ഈ രണ്ട് കാര്യം മാത്രം ഓർത്ത് വെക്കാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 ax പ്ലസ് ബി ഡിവൈഡ് ബൈ cx പ്ലസ് 1. നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് x ടെൻസ് ടു 0, എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. a ഇൻറ്റു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ c ഇൻറ്റു 0 പ്ലസ് 1. a ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, 0 പ്ലസ് ബി, c ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1. സോ ആൻസർ എന്താ വരിക? 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1, മേലെ 0 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി. സോ b/1 ആൻസർസ് ബി. ആൻസർ ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ഏരിയയിലേക്ക് നമുക്ക് പോവാം. സോ 4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഈ 4 പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് ചെയ്തത്? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ പൈ വന്നു. സോ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ പൈ കൊടുത്തു. നെക്സ്റ്റ് എന്താ? എക്സിന് 4 കൊടുക്കണം, എക്സിന് 4 കൊടുത്തു. എക്സിന് -1 കൊടുക്കണം, എക്സിന് -1 കൊടുത്തു. എക്സിനോട് 0 കൊടുക്കണം, 0 കൊടുത്തു. വാല്യൂ കണ്ടുപിടിച്ചു. സോ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ലിമിറ്റിൻ്റെ ഫസ്റ്റ് ബേസിക് ആയ കാര്യം എന്ന് പറയാൻ. ഈ ഒരു 4 ടൈപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായ സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. സോ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടുന്ന് ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 1 മാർക്കിന് ഫസ്റ്റ് സെക്ഷനിൽ മാത്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു 4 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. ടൈപ്പ് 2 ഏരിയയിലേക്ക് പോവാം. ഇത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാൻ, സിമ്പിളായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു -2 1/x പ്ലസ് 1/2 ഡിവൈഡ് ബൈ x പ്ലസ് 2. നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യൽ എങ്ങനെയാണ്? കഴിഞ്ഞ പ്രോബ്ലം എങ്ങനെ ചെയ്ത്? എക്സിന് -2 എന്ന് കൊടുക്കും. സോ നമ്മളിവിടെ എക്സിന് അതേപോലെ -2 എന്ന് കൊടുക്കുകയാണ്. 1/-2 പ്ലസ് 1/2 ഡിവൈഡ് ബൈ എക്സിന് -2 എന്ന് കൊടുക്കുക. x -2 പ്ലസ് 2. സോ മേലെ എന്തായി? -1/2 പ്ലസ് 1/2 മേലെ 0 ആയിപ്പോയി. 0/0. സോ 0/0 അടിയിൽ 0 വന്ന്. ഓക്കെ, അടിയിൽ 0 വരുന്ന നമ്മൾ മേലത്തെ കാര്യം അവിടെ നോക്കുക. അടിയിൽ നമുക്കൊരു വാല്യൂ 0 വന്ന്, നമുക്ക് ഒരു വാല്യൂ 1/0, 2/0 അല്ലെങ്കിൽ 4/0 ഇങ്ങനെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടിയിൽ ഡിനോമിനേറ്റർ 0 ആണ്. ഡിനോമിനേറ്റർ 0 ആയാലും മേലെ 0 ആയി, മേലെ എന്തായി എന്നുള്ളത് നോക്കണം. മേലെ എന്ത് വാല്യൂ വന്നു? അടിയിൽ 0 ആണ്, ഡിനോമിനേറ്റർ 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് മാത്സ് ഒന്നും ചെയ്യാൻ കഴിയില്ല. നോട്ട് ഡിഫൈൻഡ് ആണ് ആ കാര്യം. 0 ഉണ്ട്, ഒരു സംഖ്യയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 4/0 2/0 അടിച്ച് നോക്കിയേ, കാൽക്കുലേറ്റർ വലിയ അക്ഷരത്തിൽ എഴുതി കിടക്കും സിൻടാക്സ് എറർ. അതായത് ഈ കൊടുത്തത് തെറ്റാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഈ ഒരു പൊട്ടനാണെന്നൊക്കെ കാൽക്കുലേറ്റർ പറയും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു മാത്തമാറ്റിക്കലി ആ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. സോ ഈ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ തന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, x+2, ഈ എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുത്താൽ ഈ ഡിനോമിനേറ്റർ 0 ആയി പോകും. സോ ഈ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്ക് ചെയ്യൽ പറ്റൂല. നമ്മൾ 0 ഇവിടെ -2 എന്ന് കൊടുത്താൽ ഇത് ഡിനോമിനേറ്റർ 0 ആയി പോകും. സോ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്റർ 0 വന്നിട്ടുള്ള ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് ഇതിന് ആൻസർ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ തന്നെ കണ്ടുപിടിക്കണം. സോ നമ്മളിവിടെ ചെറിയ മെത്തേഡ് ഉപയോഗിക്കണം. ആ കാര്യമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഥവാ സെക്കൻഡ് ടൈപ്പിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു എക്സിന് -2 എന്ന് കൊടുത്തിട്ട് 1/-2 പ്ലസ് 1/2 ഡിവൈഡ് ബൈ 0 എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു 0, മേലും 0 വന്നു അടിയിൽ 0 വന്നു. സോ 0 അല്ല വരിക എന്ന് ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല. ഇവിടെ ഡിനോമിനേറ്റർ 0 വന്നാൽ തന്നെ ആ ഒരു പ്രോബ്ലം തെറ്റി. ഡിനോമിനേറ്റർ 0 വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്റർ 0 വന്നത് നോട്ട് ഡിഫൈൻഡാണ്. സോ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ലിമിറ്റിന് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊടുത്ത ഈ ലിമിറ്റ് ഉണ്ടല്ലോ, ഈ ലിമിറ്റ് ആ ഡിനോമിനേറ്ററിൽ കൊടുത്ത് നോക്കുക. അടിയിൽ 0 വന്നു, എന്നാൽ നമ്മൾ കുടുങ്ങി. ആ ഡിനോമിനേറ്റർ 0 വന്നിട്ടുണ്ട്. സോ ഇത് ടൈപ്പ് 2 ആണ്.
പ്രോബ്ലം നമ്മൾ ഡിനോമിനേറ്റർ 0 വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്രോബ്ലത്തിന് ചെറിയ ചേഞ്ച് വരുത്താനുണ്ട്. സോ ആ ചേഞ്ച് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഡിനോമിനേറ്റർ 0 ആണോ? ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ചെറിയ ചേഞ്ച് വരുത്തണം. സോ നമ്മൾ ചെയ്യാൻ പോവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2. അത് അതേപോലെ തന്നെ എഴുതി. നമ്മൾ ഈ മേലത്തെ വാല്യൂന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. മേലത്തെ വാല്യൂന് ക്രോസ് മൾട്ടിപ്ലൈ എന്താ ഉണ്ടാവുക? ആദ്യം മേലെ 2 × 1 2 × 1 എന്ന് പറഞ്ഞാൽ 2, പിന്നെ പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ്. സോ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 × x 2x ഡിവൈഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ എന്തുണ്ട്? എക്സ് പ്ലസ് 2. നമ്മൾ മേലത്തെ ടേമിനെ മാത്രം എന്ത് ചെയ്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ നിങ്ങൾ ആ ടേം നോക്കി നോക്കിയേ. മേലെ 2 + x ഉണ്ട്, അടിയിലും 2 + x, അഥവാ x + 2 എന്ന് പറഞ്ഞാൽ 2 + x തന്നെയാണോ? 2ക്ക് എക്സ് കൂട്ടിയാലും എക്സ്ക്ക് 2 കൂട്ടിയാലും വാല്യൂ സെയിം അല്ല. സോ 2 വാല്യൂ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ മേലെ കട്ട് ചെയ്താൽ അവിടെ 1 എന്ന് പറഞ്ഞു, ഇവിടെ മേലെ അടി കട്ട് ചെയ്താൽ അവിടെ 1 എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഒരു വാല്യൂ ഇല്ലെങ്കിൽ അവിടെ 1 ആണ് വരിക. സോ മേലെ കട്ട് ചെയ്തവിടെ 1 എന്ന് പറഞ്ഞു, അടിയിൽ അവിടെ 2 കട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 1/2x 1/2x ഡിവൈഡ് ബൈ 1. അവിടെ ലിമിറ്റ് എന്നുള്ള വാല്യൂ കൊടുക്കണം. ലിമിറ്റ് നമ്മൾ എപ്പോഴാണോ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നത് അപ്പോഴാണ് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 അല്ലെങ്കിൽ 0 എന്ന വാല്യൂ നമുക്ക് എഴുതൽ നിർത്തലുള്ളൂ. സോ നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. സോ 1/2x ഡിവൈഡ് ബൈ 1. 1/2x 1 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1/2x അല്ലേ കിട്ടുക. സോ അടിയത്തെ 1 വേണ്ട. 1/2x ബൈ 1 എന്ന് പറഞ്ഞാൽ 1/2x തന്നെ. സോ ആ അടിയത്തെ 1 ഒഴിവാക്കി. 1/2x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുക. ഇനി നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് അടിയിൽ 0 ആയി പോവോ? ഇല്ല, 0 ആയി പോകില്ലല്ലോ. സോ നമുക്ക് ഈ ഒരു x+2 നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത്. കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തിനത് ചെയ്തത്? മേലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിയത്തെ വാല്യൂ ഒഴിവാക്കാം. അടിയത്തെ വാല്യൂ ഒഴിവാക്കിയാൽ അടിയിൽ ഡിനോമിനേറ്റർ 0 വരുന്ന കേസ് നമുക്ക് ഒഴിവാക്കാം. ഡിനോമിനേറ്റർ 0 വന്നപ്പോൾ എന്താ പ്രശ്നം? ഡിനോമിനേറ്റർ 0 വന്നാൽ അവിടെ മാത്സ് ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡാ. ഡിനോമിനേറ്റർ ഒരിക്കലും ഒരു മാത്തമാറ്റിക്കലി ഒരു കണക്കിലും ഡിനോമിനേറ്റർ 0 വരില്ല. 0 വന്നാൽ നമുക്ക് അവിടെ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കേണ്ടി വരും. സോ നമുക്ക് അവിടെ തന്നെ ലിമിറ്റിൻ്റെ കേസിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ലിമിറ്റ് ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്തു? ആ x+2 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മേലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. മേലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ x+2 എന്ന ടേമും മേലത്ത് നോക്കി വെട്ടിപ്പോയി. സോ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 -2 1/2x എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂവിൽ -2 അഥവാ എക്സ് ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കാന്നാ. സോ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുക്കുക. സോ 1/2 × -2 എന്ന് വന്നു. സോ നമ്മൾ ആൻസർ ഈസ് ഈക്വൽ ടു 1/-4 എന്ന ആൻസർ വരും. സോ നമ്മൾ ആൻസർ ആ മൈനസിൻ്റെ മേലെ എഴുതിയ 1 - 1/4. സോ നമ്മൾ ആൻസർ ഈസ് കംപ്ലീറ്റ് -1/4. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ടൈപ്പ് 2 പ്രോബ്ലത്തിൽ ഡിനോമിനേറ്റർ 0 ആവുണ്ടോ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. നമ്മൾ ഈ -2 കൂടെ കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നുണ്ട്. നമ്മൾ വലിയ ആൾക്കാരെ മാതിരി എക്സിന് -2 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻസർ 0 എന്ന് കിട്ടും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിനോമിനേറ്റർ 0 ആണോ? ക്വസ്റ്റ്യൻ ട്വിസ്റ്റഡ് ആണ്. ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് എന്നുള്ള കേസ് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് അവിടുത്തെ ചേഞ്ച് നോക്കുക. സോ ഇതേ ടൈപ്പ് തന്നെയാണ് നമ്മളോട് ചോദിക്കുക, ഇതേ ടൈപ്പ് പ്രോബ്ലം തന്നെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു x+2 കണ്ടാൽ തന്നെ മനസ്സിലാക്കുക. മേലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഇതേ ടേം മേലെ വരും. ഇപ്പോൾ നമുക്ക് x+3 എന്ന് അവിടെ തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മേലെ x+3 കിട്ടും. സോ കട്ട് ചെയ്ത് പോകും. സോ കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇടുക. നമുക്ക് അടിയത്തെ ടേമിന് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവർ ക്വസ്റ്റ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്യുക. സോ ഇതേ ടൈപ്പിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യാനുണ്ട്. സോ കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടൈപ്പിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin ax/bx = നമുക്ക് sin ax/bx ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ നമ്മൾ സാധാരണത്തെ പോലെ എന്ത് ചെയ്യുക? ഈ 0 എക്സിന് കൊടുത്തു, ഈ 0 എക്സിന് കൊടുത്താൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഡിനോമിനേറ്റർ 0 ആവും. b × 0 bx എക്സിന് സൈൻ 0 കൊടുത്താൽ അടിയിൽ ഡിനോമിനേറ്റർ 0 ആവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡയറക്റ്റ് 0 കൊടുക്കാൻ പറ്റൂല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ചെറിയ ചേഞ്ച് വരുത്താനുണ്ട്. സോ ഇവിടെ ഈ ഒരു സൈൻ ആക്സ് വരുന്ന സമയത്ത് ഒരു ഡാറ്റ നമുക്ക് കാണാതെ പഠിക്കാനുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ ഒരു സൈൻ ആക്സോ സൈൻ ബി എക്സോ സൈൻ ax/bx അങ്ങനത്തെ ഒരു കാര്യം വന്നാൽ നമ്മൾ ഉടനെ ആലോചിക്കണം. അതിൽ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുണ്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഈ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? അഥവാ ഒരു ഇക്വേഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്റ്റ് അഥവാ നെക്സ്റ്റ് ടൈപ്പിനെ ശരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയാം. സോ നമ്മൾ ഇവിടെയും നമ്മൾ ആ ഒരു പേര് പറയും. എന്താണെന്നുള്ള കേസ് നമ്മൾ ആലോചിക്കാം. നമുക്ക് പറയാണ്, നമുക്കൊരു ജനറലായിട്ട് ഒരു വാല്യൂ പഠിക്കാനുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0. ലിമിറ്റിൻ്റെ വാല്യൂ 0ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്, അഥവാ ടെൻഡ് ചെയ്യാണ്. സൈൻ x ഡിവൈഡഡ് ബൈ x എന്ന് വന്നാൽ അത് 1 ആണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ x/x അഥവാ സൈനിൻ്റെ ഒപ്പമുള്ള ആൾ അടിയിൽ തന്നെ വന്നു. സൈൻ x/x അഥവാ ആ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ ഒരു വാല്യൂ കൂടെ നമുക്ക് പഠിക്കാണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0
ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അഥവാ സൈൻ എക്സിൻ്റെ ഒപ്പം ഡിവൈഡ് ബൈ എക്സ് തന്നെ വന്നാൽ സൈൻ്റെ ഒപ്പമുള്ള ആളൊപ്പം വന്നു, ലിമിറ്റ് 0 ആണെങ്കിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഈ 2 ഡാറ്റ നമുക്ക് കാണാതെ പഠിക്കാനുള്ളതാണ്. ഈ 2 ഡാറ്റ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷനിൽ എന്താണ് പ്രത്യേകത നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് അഥവാ സൈൻ എക്സിൻ്റെ ഒപ്പം ആ ഒപ്പമുള്ള ടേമിൻ്റെ അടിയിൽ വന്നാൽ ആ വാല്യൂ 1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എവിടേക്ക് ടെൻഡ് ആവണം, 0ക്ക് ടെൻഡ് ആവുക തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ടെൻസ് ടു പൈ ആണെങ്കിൽ വാല്യൂ 1 എന്ന് വരില്ല. അഥവാ 0 അല്ലാതെ എന്ത് വന്നാലും ഈ വാല്യൂ എന്താവില്ല, 1 എന്ന് വരില്ല. എക്സ് ടെൻസ് ടു 0ക്ക് തന്നെ ആവണം. സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ ആ വാല്യൂ എന്താണ്, 1 ആണ്. സോ ഈ 2 വാല്യൂ നമ്മൾ കാണാതെ പഠിക്കാനുള്ളതാണ്. ഈ 2 വാല്യൂ കാണാതെ പഠിച്ചു വെക്കുക. ഇത് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി പറഞ്ഞുതരാം. നോക്കി, ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് അങ്ങനെ വരണം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണം. സോ ആ ഒരു റൂള് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ ഒരു വാല്യൂ നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നുള്ള അതേപോലെ തന്നെ എഴുതി. നമുക്ക് എന്താണ്, സൈൻ എ എക്സ് ആ എ എക്സ് തന്നെ അടിയിൽ എ എക്സ് എന്ന് വന്നാൽ നമുക്ക് ആ വാല്യൂ 1 എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. നമ്മളോട് ആ കാര്യത്തിലൂടെ നമ്മൾ പറഞ്ഞത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞത് സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്ന അതേ ടേമിന് വന്നാൽ നമുക്ക് ആ ഒരു വാല്യൂ 1 എന്ന് എഴുതാമെന്ന് പറഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ അടിയിലുള്ള ബി എക്സ് ആണ്. ഇതിവിടെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എ എക്സ് ആണെങ്കിൽ ഡയറക്റ്റ് എനിക്ക് 1 എന്ന് എഴുതായിരുന്നു. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് തന്നെ വന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ ഇത് 1 എന്ന് കൊടുക്കണം. കാരണം എന്താ, ഈ ഒരു ടേം അത് 1 ആണ്. സോ ഇവിടെ വന്നിട്ടുള്ളത് സൈൻ എ എക്സ് ബൈ ബി എക്സ് ആണ്. സോ നമുക്കതിന് 1 എന്ന് കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ടേമിലേക്ക് മാറ്റുകയാണ്. ഇവിടെ സൈൻ എ എക്സ് എന്നുണ്ട്, ഡിവൈഡഡ് ബൈ ഒരു എ എക്സ് കൊടുക്കുകയാണ്. സോ അടിയിൽ എ എക്സ് കൊടുത്താൽ ആ വാല്യൂ എന്താണ്, മേലെ എ എക്സ് കൊടുക്കണം. സോ ഈ എ എക്സും കട്ട് ചെയ്ത് പോകും. സോ അതുകൊണ്ട് നമുക്ക് അടിയിൽ എ എക്സ് കൊടുക്കുമ്പോൾ മേലെ എ എക്സ് കൊടുത്താൽ കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, അടിയിൽ എ എക്സ് കൊടുത്തിട്ട് അപ്പോൾ ആ കൊടുത്ത എക്സിനെ മേലെയും കൊടുക്കണം. സോ അത് രണ്ടും കട്ട് ചെയ്ത് പോകണതുകൊണ്ട് വാല്യൂ തെറ്റൂല. നമ്മൾ ഈ ഒരു എക്സിനെ ഇക്വേഷൻ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ എ എക്സ് കൊടുത്തത്. സോ ഈ ഒരു എ എക്സ് എന്ന് പറഞ്ഞ ഒപ്പമുള്ള ആളെ നമ്മൾ അടിയിൽ തന്നെ കൊടുത്തു. ഇവിടെ ഒപ്പമുള്ള ആൾ അടിയിൽ വന്നാലേ നമുക്ക് ഇതിനെ 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ ചെയ്തത്. സോ അടിയിൽ നമ്മൾ എ എക്സ് കൊടുത്തു, ആ ഒരു എ എക്സ് മേലെയും കൊടുത്താൽ മാത്രമേ എന്തേ ഉള്ളൂ, നമ്മൾ ആ മാത്തമാറ്റിക്കലി ആ കാര്യം റെഡി ആവുള്ളൂ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. സോ അല്ലെങ്കിൽ നമുക്ക് പറയാം എ എക്സ് ബൈ എ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് 1ന് ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ അടിയിൽ നമ്മൾ എ എക്സ് കൊടുത്തു, ആ കൊടുത്ത വാല്യൂ മേലെയും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഇവിടെ ഒരു ബി എക്സ് എന്ന് പറഞ്ഞ ആളുണ്ട്. സോ നമുക്ക് അവൻ എന്ത് ചെയ്യണം, ഇവിടെ 1/1/bx ഇവിടെ ഉണ്ട്. സോ 1/bx എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പം ബി എക്സ് എന്ന് എഴുതാം. ഞാൻ അവൻ്റെ അപ്പുറത്ത് കൊണ്ടിട്ട് 1/bx എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവനെ 1/bx എന്ന് എഴുതാൻ ആവശ്യം ഇവൻ്റെ അടിയിൽ തന്നെ നമുക്ക് ബി എക്സ് എന്ന് എഴുതാം. സോ ആ ബി എക്സ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഇവൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. സോ നോക്കുക, അപ്പം എന്താ ചെയ്തത്, ഈ സൈൻ എ എക്സിൻ്റെ ആ ഒരു എക്സിന് അടിയിൽ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ഫോമിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ അടിയിൽ ബൈ എ എക്സ് ഉണ്ട്, ആ എ എക്സിനെ മേലെയും കൊടുക്കണം. ഈ ഒരു ഇക്വേഷൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബി എക്സ് ഇവിടെ ഉണ്ട്, ആ ബി എക്സ് അവളോട് കൊടുത്തു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ നമ്മളവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആ ഒരു വാല്യൂ 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സും കട്ട് ചെയ്ത് പോകാൻ പറ്റും. ആൻസർ ഇസ് A/B എന്ന ആൻസർ വരും. സോ നമ്മുടെ ആൻസർ ഈസ് കംപ്ലീറ്റ്. നമ്മളിവിടെ എന്താ ചെയ്തത്, ഈ ഒരു വാല്യൂവിൽ നമ്മൾ ഡയറക്റ്റ് 0 കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റൂല. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ മാറ്റി എഴുതാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് റിസൾട്ട് അറിയാം, ആ റിസൾട്ട് വെച്ച് നമ്മൾ മാറ്റി ചെയ്താണ്. സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് വന്നാൽ നമുക്ക് അതിന് 1 എന്ന് എഴുതാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു, സൈൻ എ എക്സ് ബൈ എ എക്സ് കൊടുത്തു. ആ ഒരു എ എക്സിന് നമുക്ക് ഇവിടെ മേലെയും മൾട്ടിപ്ലൈ ചെയ്തു. സോ ബി എക്സ് ഇവിടെ അടിയിലുണ്ട്. സോ നമുക്ക് സൈൻ എ എക്സ് ബൈ എ എക്സ് ഇൻറ്റു എ എക്സ് ബൈ ബി എക്സ് എന്ന് കിട്ടി. ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ പ്രകാരം സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സോ സൈൻ എ എക്സ് ബൈ എ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ് ടെൻസ് ടു 0 തന്നെ അല്ലേ നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് 1 ആണ്. സോ ആ ഒരു വാല്യൂ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇതിലുള്ള 2 എക്സും തമ്മിൽ കോമൺ ആണ്, മേലെ എക്സും വെട്ടി കളഞ്ഞു. സോ A/B എന്ന് വന്നു. സോ ആൻസർ ഈസ് A/B. നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പ്രോബ്ലംസ് ഒരു ചെറിയ അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ഉള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. സോ ആ ഒരു പ്രോബ്ലം ചെയ്ത് നമ്മൾ ടൈപ്പ് 2 കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ടൈപ്പ് 3ലേക്ക് പോകാം. ഈ ഒരു കാര്യവും കുറച്ച് ഹയർ ലെവലും കൂടി യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് 3യും കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ഈ ഒരു വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് കാണുകയാണ്. എക്സിന് നമ്മൾ 0 എന്ന് കൊടുത്താൽ സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഡിനോമിനേറ്റർ 0 ആയിപ്പോയി. ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ മാറ്റി എഴുതണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലിമിറ്റ് ഇവൻക്കും ബാധകമാണ്, അടിയിലത്തവൻക്കും ബാധക.
സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലിമിറ്റിന് രണ്ടാൾക്കും കൂടെ കൊടുക്കുക. രണ്ട് ഫംഗ്ഷനാണ് അല്ലേ, സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഫംഗ്ഷനാണ്, സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഫംഗ്ഷനാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ആ ഒരു ലിമിറ്റ് അവന് വേണ്ടിയിട്ട് എഴുതി. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് രണ്ടാക്കും കൊടുത്തു. നമുക്കറിയാം സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ 1 ആക്കാൻ നമുക്കറിയാം. അത് സൈൻ എ എക്സ് ബൈ എ എക്സ് ആണ്. ഇവൻ്റെ ഒപ്പമുള്ള അടിയിൽ തന്നെ വന്നാൽ നമുക്ക് ആ ഒരു വാല്യൂന് 1 എന്ന് എഴുതാം, അത് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടേമിലേക്ക് അതിനെ മാറ്റി എഴുതാണ്. ആ ഇതിന് വ്യത്യാസം വരാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റാൻ പോവാണ്. എങ്ങനെ മാറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമ്മൾ അതന്നെ എഴുതി. സൈൻ എ എക്സിൻ്റെ അടിയിൽ നമ്മൾ ഒരു എ എക്സ് നടു കൊടുത്തു. അങ്ങനെ എക്സ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ മേലിയുമായ എക്സ് എന്ന് എഴുതണം, ആ വാല്യൂ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അതേപോലെ ബി എക്സിൻ്റെ അടിയിലും ചെയ്തൂടെ, അതേപോലെ നമുക്ക് ബി എക്സിൻ്റെ ഈ ഒരു ബി എക്സിൻ്റെ കേസും അതേപോലെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് നമ്മൾ കൊടുത്തു. ഈ ഒരു സൈൻ ബി എക്സ്, ഇത് സൈൻ ബി എക്സ് ആണ്, സൈൻ ബി എക്സ് അടിയിൽ നമ്മൾ വെറുതെ ഒരു ബി എക്സ് കൊടുക്കുക. കാരണം എന്താ, സൈൻ എ എക്സ് ബൈ എക്സ് 0 ആണ്. സോ അതേപോലെ തന്നെ സൈൻ ബി എക്സ് ബൈ ബി എക്സും 0. സോ അല്ല, ഈ ബി എക്സ് മേലെ എന്താണ് വരുന്നത്, അടിയിൽ വന്നാൽ നമുക്ക് ആ ഒരു വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് 0 ആണെങ്കിൽ നമുക്ക് 1 എന്ന് കൊടുക്കാം. നമ്മളോട് പറയാണ് സൈൻ എ ബൈ എ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്ന് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇവിടെ ബാക്കിൽ വേണം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ ബൈ എ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ആ ഒരു ബി എക്സിൻ്റെ കേസിൽ ആ കേസ് അപ്ലൈ ചെയ്യാണ്. അടിയിൽ നമ്മളൊരു ബി എക്സ് കൊടുത്തു. അടിയിൽ ബി എക്സ് കൊടുത്താൽ എന്ത് ചെയ്യണം, നമുക്കറിയാം ആ ഒരു ബി എക്സ് കൊടുത്താൽ മേലും ബി എക്സ് കൊടുക്കണം എന്ന്. സോ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ഇനി നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കിയേ. ലിമിറ്റ് സൈൻ എ എക്സ് ബൈ എക്സ് ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്താ, 1 ആണ്. ബാക്കി എന്താണ് ഉണ്ടാവുക, ബാക്കി നമ്മൾ ആ തന്ന വാല്യൂ മേലെ ഒരു എക്സ് ബാക്കിയുണ്ട്, ഈ ഒരു എക്സ് ഇവിടെ ബാക്കിയുണ്ട്, ഈ ഒരു ബി എക്സ് ബാക്കിയുണ്ട്. സോ ആൻസർ ഈസ് എന്താ വരിക, എ എക്സ് ബൈ ബി എക്സ് എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സും എക്സും കട്ട് ചെയ്താൽ ആൻസർ ഈസ് എ ബൈ ബി. സോ ആൻസർ ഈസ് കംപ്ലീറ്റ്. നമ്മൾ ആൻസർ കഴിഞ്ഞു. സോ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഈ ഒരു ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഡിനോമിനേറ്റർ 0 ആണോ നോക്കുക. 0 അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മൾ മേലെ ചെയ്ത് എന്താണ്, മേലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് പ്ലസ് 2 കട്ട് ചെയ്തു. അല്ലെങ്കിൽ ഈ സൈൻ എ എക്സ് ബൈ ബി എക്സ്, സൈൻ എ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ എ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ ബൈ എ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സൈൻ എ ബൈ എ ഈക്വൽ ടു 1 സൈൻ എ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. മേലെ എക്സിൻ്റെ ഒപ്പം എന്താണോ വരുന്നത് അതേ ആളെന്നെ അടിയിൽ വന്നാൽ നമുക്ക് അതിന് 1 എന്ന് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ അതൊരു ടൈപ്പാണ്, മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങൾ ചിന്തിക്കാനും കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനും ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത് എന്ന് പറഞ്ഞാൽ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനോ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് പറയാറ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ എക്സ് ബൈ ബി എക്സ് സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്, കൃത്യമായിട്ട് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഞാൻ എന്ത് ചെയ്യാണ്, മേലേം തായും ലിമിറ്റ് ഓരോന്നും ലിമിറ്റ് കൊടുക്കുകയാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടും ലിമിറ്റ് രണ്ടിടത്തും കൊടുത്തു. നമുക്കിതിൻ്റെ വാല്യൂ ചെയ്യണം. നമുക്കറിയാം സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 എന്ന് കൊടുക്കാൻ പറ്റും. സോ ആ ടേമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മേലെ എന്ത് ചെയ്തു, സൈൻ എ എക്സ് അവൻ്റെ ഒപ്പം അടിയിലൊരു എ എക്സ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാണ്, അത് 1 ആക്കാമല്ലോ. സോ ഞാൻ ഇവിടെ എ എക്സ് എന്ന് കൊടുത്തു, ഇൻറ്റു എന്ത് വന്നു, എ എക്സ് പ്ലസ് എന്തുണ്ട്, ബി എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ അതേപോലെ തന്നെ ആ സൈൻ ബി എക്സിൻ്റെ അതേ കേസും അവിടെയും അതേപോലെ വരും, ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ എക്സ് അവിടെ ഉണ്ട്, ഈ ബി എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വരിക, സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ ബി എക്സ് എന്ന് വരും. നമ്മൾ ആ ബി എക്സ് ഡിവൈഡ് ബൈ കൊടുത്താൽ ഇൻറ്റു ബി എക്സ് കൊണ്ട് ചെയ്യണം. സോ നമ്മൾ എഴുതുന്നതൊക്കെ ഇതൊക്കെ എക്സ് ആണ് എന്നുള്ള ഓർമ്മ ഉണ്ടാവണം. എന്നെ എഴുതി പോകുമ്പോൾ സാധാ പെട്ടെന്ന് എഴുതി പോവുക എന്നുള്ള എനിക്കിവിടെ ചെയ്യാൻ കഴിയുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു വാല്യൂ 1 ആണ് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റി എഴുതാം. സോ ആ ഒരു വാല്യൂ നമുക്ക് 1 ആയിപ്പോയി, ഈക്വൽ ടു ആ ഒരു വാല്യൂ 1 ആയാൽ 1 ഇൻറ്റു എ എക്സ് പ്ലസ് ബി എക്സ് എന്ന് വരും. അടിയിൽ എന്താ വരിക, ഈ ഒരു എ എക്സ് അവിടെ ഉണ്ട്. സോ എ എക്സ് പ്ലസ് ആ ഒരു വാല്യൂ 1 ആയി ഇൻറ്റു ബി എക്സ് എന്ന് വന്നു. സോ ഈ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് ഇവിടെ കൊടുക്കണം. കാരണം നമ്മൾ ഈ ബാക്കിയുള്ള എക്സിന് ലിമിറ്റ് കൊടുത്തിട്ടില്ലല്ലോ, ഒന്നിന് മാത്രം ലിമിറ്റ് കൊടുത്തുള്ളൂ. സോ ബാക്കിയുള്ളതിന് ലിമിറ്റ് കൊടുക്കാനുണ്ട്.
നമ്മൾ നോക്കി നോക്കിയാൽ ഈ ഒരു വാല്യൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നും കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ഐ 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് വരും. സോ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് ബി എക്സ്. സോ നമുക്ക് എന്താണ് എ എക്സ് ബൈ എ എക്സ് പ്ലസ് ബി എക്സ് രണ്ടും ഒരേ വാല്യൂ ആണ്, രണ്ടും കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം എ എക്സ് പ്ലസ് ബി എക്സ് ബൈ എക്സ് പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, രണ്ടും കട്ട് ചെയ്ത് പോയി 1 എന്ന് കിട്ടി അവിടെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈക്വൽ ടു 1. ഇവിടെ എക്സിൻ്റെ ടേമേ ഇല്ല, നമുക്ക് എക്സിന് 0 ആണ് കൊടുക്കേണ്ടത്. എക്സിന് 0 കൊടുക്കേണ്ട വേറെ വാല്യൂ ഉണ്ടോ? ഇല്ല, അവിടെ കോൺസ്റ്റൻ്റ് ആയ വാല്യൂ ആണുള്ളത്. സോ കോൺസ്റ്റൻ്റ് ആയ ലിമിറ്റ് വന്നാൽ അതേ വാല്യൂ തന്നെ ആൻസർ വരിക. അഥവാ ലിമിറ്റ് എക്സ് ടെൻസ് ടു കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് 1 ഈക്വൽ ടു 1. സോ നമ്മൾ ഇവിടെ ഇവര് കാര്യം കൂടെ പഠിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് എന്തെങ്കിലും വന്നു, ലിമിറ്റ് എക്സ് ടെൻസ് 0 കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് എ ആയാലും ബി ആയാലും ഏത് വാല്യൂ വന്നാലും കോൺസ്റ്റൻറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് തന്നെ കിട്ടുക. സോ ഈ ഒരു ഡാറ്റയും കൂടെ ഇവിടെ പഠിച്ചു വെക്കുക. ഇത്ര മാത്രമുള്ള ആൻസർ ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ യൂസ് ചെയ്തിട്ടുള്ള ആ ഡാറ്റ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ 1 ആണ് എന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യണത്. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ഇനി എങ്ങനെ ഹയർ ലെവൽ ചോദിച്ചാലും എൻട്രൻസ് ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ കൺസെപ്റ്റ് അറിയോ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. സോ അവിടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. ഈ ഒരു വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈൻ്റെ ലിമിറ്റ് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് ഈ എക്സിന് പൈ എന്ന് കൊടുത്താൽ എന്താവും, അത് പൈ മൈനസ് പൈ 0 ആവും, അടിയിൽ ഡിനോമിനേറ്റർ 0 ആവും. സോ നമുക്ക് ഡിനോമിനേറ്റർ 0 ആണ്, ഈ പ്രോബ്ലം ഡയറക്റ്റ് പൈ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സൈൻ പൈ ബൈ എക്സ് ഇൻറ്റു ഈ ഒരു പൈ ബൈ എക്സിന് അടിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ 1 ആവുമെങ്കിലും അടിയിൽ പൈ മൈനസ് പൈ എക്സ് ഉണ്ട്. സോ അവിടെ 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. സോ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഡയറക്റ്റ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷനോ നമ്മളാ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ടേമോ ഇവിടെ ഡയറക്റ്റ് വന്ന് കൊടുക്കാനൊന്നും പറ്റില്ല. സോ അത് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതാറുണ്ട്. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. അതായത് ഞാൻ ഈ ഒരു പൈ മൈനസ് എക്സ് ഈ ഒരു വലിയ വാല്യൂ ഉണ്ടല്ലോ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 0ൻ്റെ പ്രശ്നം പോകില്ലേ. അതായത് ഈ പൈ മൈനസ് എക്സ് എന്നുള്ള ടേം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടിയിൽ 0 അവിടെ പ്രശ്നം ഇവിടുന്ന് പോകും. സോ അവനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പൈ മൈനസ് എക്സ് ഈക്വൽ ടു ഒരു വൈ എന്ന് കൊടുക്കുക, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ വൈ ആണ് യൂസ് ചെയ്യണത്. പുട്ട് പൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ, അഥവാ നമ്മൾ പൈ മൈനസ് എക്സിന് വൈ എന്ന് പുട്ട് ചെയ്യാണ്. സോ പുട്ട് പൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ. പൈ മൈനസ് എക്സിന് വൈ എന്ന് കൊടുത്തു. പൈ മൈനസ് എക്സിന് വൈ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എക്സിന് പൈ എന്ന് കൊടുത്തു നോക്കിയേ. ഇവിടെ എക്സിന് ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് പൈ എന്ന് കൊടുത്തു നോക്കിയേ, പൈ മൈനസ് പൈ എന്ന് പറയും. എക്സിന് പൈ എന്ന് കൊടുത്താൽ എന്താവും, ഈ വാല്യൂ വൈ, പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 0. സോ വൈ എന്ന് പറഞ്ഞ വാല്യൂ എന്തായി, 0 ആയിപ്പോയി. സോ നമുക്ക് ഈ ഒരു എക്സിൻ്റെ സ്ഥാനത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എങ്കിൽ നമുക്ക് വൈ 0 കിട്ടുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിന് വൈ എന്ന് കൊടുക്കുക. സോ ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യുക, വൈ പൈ മൈനസ് എക്സിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ പൈ മൈനസ് എക്സിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ലിമിറ്റ് ഇവിടുന്ന് മാറും. സോ ഇവിടെ എക്സ് ടെൻസ് ടു പൈ എന്നാണ് ഇവിടുന്ന് ലിമിറ്റിൻ്റെ വാല്യൂ. എക്സ് പൈയിലേക്ക് അടുക്കുമ്പോഴുള്ള വാല്യൂ ആണ് കാണാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ മാറ്റുന്ന സമയത്ത് ഈ ഒരു പൈ മൈനസ് എക്സ് വൈ എന്ന് കൊടുത്താൽ വൈൻ്റെ വാല്യൂ 0 ആണല്ലോ. സോ നമ്മൾ വൈൻ്റെ വാല്യൂ 0 ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചെയ്യണത്. സോ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടുന്ന് മാറും. എക്സ് ടെൻസ് ടു പൈ എന്നുള്ളത് മാറിയിട്ട് അവിടെ എക്സ് നമ്മൾ മാറ്റിയിട്ട് വൈ ആക്കല്ലേ. സോ വൈ ടെൻസ് ടു 0. നമ്മൾ ഈ ഒരു വൈ ടെൻസ് ടു 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ ചെയ്യണത്. വൈ ടെൻസ് ടു 0 ആക്കിയാലാണ് സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം സൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ വൈ ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ വൈ ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇവിടെ രണ്ടാളും അടിയിൽ ഒരേ ആൾ വരും വേണം, ഇവിടെ എക്സ് ടെൻസ് 0 വേണം, എന്നാലേ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കേസിൽ നോക്കിയാൽ ഇവിടെ എക്സ് ടെൻസ് ടു പൈ ആണ്. സോ ആ പൈനെ മാറ്റി 0 ആക്കുകയും വേണം, അടിയിൽ ഡിനോമിനേറ്റർ 0 ആവാനും പാടില്ല. സോ അത് രണ്ടും കൂടെ നമ്മളൊരു സ്റ്റെപ്പിൽ ഇവിടെ ചെയ്യുകയാണ്. ഈ പൈ മൈനസ് എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഈ പൈ മൈനസ് എക്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആ ഒരു വാല്യൂ പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ വൈൻ്റെ വാല്യൂ എന്തായാലും 0 ടെൻഡ് ചെയ്യുക. സോ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ലിമിറ്റ് വൈ ടെൻസ് ടു 0 ആയി മാറി. ഈ പൈ മൈനസ് എക്സ് എന്തായി, വൈ ആയില്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ വൈ ബൈ പൈ ഇവിടെ ഉണ്ട് ഇൻറ്റു പൈ. ഓക്കെ ആണല്ലോ. നമുക്കിത് എങ്ങനെ കിട്ടിയത് നോക്കിയാൽ ഇപ്പോൾ സൈൻ വൈ ബൈ വൈ ഒരേപോലെ വന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും.
ഇവിടെ എന്തുണ്ട് 1/π ഉണ്ട്. നമുക്കറിയാം ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ y/y എന്ന് പറഞ്ഞ വാല്യൂ 1 ആണ്. സോ ആ ഒരു വാല്യൂ 1 എന്ന് കൊടുത്തു. ഇവിടെ ആരെ ബാക്കിയുള്ളത് 1/π ബാക്കിയുണ്ട്. സോ ആൻസർ ഈസ് 1/π. 1 ഇൻറ്റു 1/π എന്ന് എഴുതിയാൽ ആൻസർ കംപ്ലീറ്റ് ആയി. 1 ഇൻറ്റു 1/π ഈക്വൽ ടു 1/π. സോ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. സോ നമ്മളിവിടെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ഈ ഒരു ഫോം 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ടെൻസ് 0 തന്നെ ആവണം, അല്ലെങ്കിൽ y ടെൻസ് 0 ടെൻഡ് ടു 0 ടെൻഡിങ് ടു 0 0ക്ക് ടെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു സൈൻ y/y എന്ന് പറഞ്ഞ വാല്യൂ 1 ആവുള്ളൂ. സോ നമുക്ക് ഈ ഒരു എക്സിൻ്റെ വാല്യൂ എന്താക്കണം, ഈ ഒരു പൈൻ്റെ വാല്യൂ 0 ആക്കണം. സോ ആ ഒരു പൈൻ്റെ വാല്യൂ 0 ആക്കുക, ഈ ഡിനോമിനേറ്റർ 0 ആവുന്നത് ഒഴിവാവുകയും വേണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വരുന്ന വാല്യൂക്ക് പൈ മൈനസ് എക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. സോ നമ്മളിവിടെ കൊടുക്കുന്നത് y ആണ്. സോ കോമൺ ആയിട്ട് നിങ്ങൾ എപ്പോഴും y കൊടുക്കാൻ നോക്കുക. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള പൈ മൈനസ് എക്സ് ഞാൻ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പൈ അവിടെ ഇട്ട് കൊടുത്തു. y 0 ആവണമെന്ന് അറിയണ്ടേ, അതിന് വേണ്ടി ഞാൻ y 0 ഇട്ട് കൊടുത്തു. y 0 ആവുന്നുണ്ട്. സോ എനിക്ക് y എന്ന് കൊടുക്കാൻ പറ്റും. സോ 0 എന്ന് കൊടുത്തു. y 0ക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആ പൈ മൈനസ് വൈക്ക് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ. സോ ഇത് y ആണ്, ഇതും y ആ. സോ ആ 2 y വന്നു. സൈൻ y/y എന്ന് 1 ആണ്. ആൻസർ ഈസ് ഈക്വൽ ടു 1/π എന്ന് ആൻസർ കിട്ടി. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ റിപ്പീറ്റഡ് എത്ര പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്സിൻ്റെ കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ +2ൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. +2ന് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് പോകേണ്ടതാണ് +2ൽ. സോ അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക. ഇതേ പ്രോബ്ലംസ് തന്നെ അതേപോലെ നമ്മൾ എക്സാമിന് ചോദിക്കുക. സോ മാറ്റുന്ന സമയത്ത് ഈ എക്സ് മാറ്റി വയ്യോ അല്ലെങ്കിൽ വേറെ പാരാമീറ്റർ ആവുക എന്നല്ലാതെ വേറൊരു മാറ്റങ്ങളോ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലമാണ്, ഈ ടൈപ്പ് 3ലെ ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 tan 2x/x - π/2 ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമ്മളിപ്പോൾ π/2ന് എക്സിന് π/2 കൊടുത്ത അടിയിലത്തെ വാല്യൂ π/2 - π/2 0 ആയി പോകും. സോ നമുക്ക് അറിയാം ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ട്. പ്രോബ്ലത്തിൽ ട്വിസ്റ്റഡ് ആണ്, പ്രോബ്ലത്തിൽ മാറ്റം വരുത്താനുണ്ട്. നോക്കി എക്സ് ടെൻസ് 0 അല്ല, എക്സ് ടെൻസ് 0 ആണെങ്കിൽ നമുക്ക് tan 2x/2x ഒക്കെ ഇട്ട് 1 എന്നൊക്കെ ആക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. സോ നമ്മളിവിടെ എക്സ് ടെൻസ് 0 അല്ല, അടിയിൽ 0 ആയി പോകുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ ട്വിസ്റ്റഡ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കേസ് മനസ്സിലാക്കണം. സോ നമ്മളിവിടെ x - π/2 കണ്ട അടിയിൽ വലിയൊരു വാല്യൂ x - π/2 ആണ്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x - π/2 എന്ന വാല്യൂക്ക് ഞാൻ എന്ത് ചെയ്യണം, y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഞാൻ ഈ x - π/2ന് y എന്ന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്താവുക നമുക്കറിയണം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. വൈക്ക് നമ്മൾ എന്ത് ചെയ്തു, x - π/2 അല്ലെങ്കിൽ x - π/2ന് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ x - π/2 എന്ന് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകണം എന്നുള്ള മനസ്സിലാക്കണം. സോ എക്സിൻ്റെ വാല്യൂ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ സ്ഥാനത്ത് π/2 എന്ന് കൊടുത്തു. സോ 2 π/2 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും, π/2 - π/2 ഈക്വൽ ടു y, π/2 - π/2 ഈക്വൽ ടു 0. സോ y എന്ന് പറയുന്നത് 0. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈൻ്റെ വാല്യൂ x - π/2ക്ക് പോകുമ്പോൾ വൈൻ്റെ വാല്യൂ എടുക്കുന്നത് 0ക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് വൈൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്താണ് നമ്മൾ വൈൻ്റെ വാല്യൂക്ക് x - π/2 കൊടുക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് അവിടുന്ന് മാറ്റണം. സോ അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 0. സോ വൈൻ്റെ എക്സ് ടെൻസ് ഇല്ല, y ടെൻസ് ചെയ്തു, y അല്ല 0 ആവുന്നത്, y ടെൻസ് ടു 0. സോ വൈൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്തു. പിന്നെന്താണത്, ഡിവൈഡ് ബൈ അടിയിൽ എന്തുണ്ട്, x - π/2 നമ്മൾ y എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അടിയത്തെ ആൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, y എന്ന് കൊടുത്തിട്ടുണ്ട്. മേലത്തെ ആളൊരു ചെറിയ പ്രശ്നമുണ്ട്, tan 2x എന്നാണ്. നമ്മളിവിടെ എക്സിൻ്റെ ടേം ഒക്കെ മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഈ എക്സിൻ്റെ ടേം ഒക്കെ മാറ്റി അവിടുത്തെ എക്സിൻ്റെ ടേം മാറ്റാനുണ്ട്. സോ നമുക്ക് ഈ ഒരു tan 2x എന്ന് അവിടെ എഴുതാൻ പറ്റൂല. tan 2 ആ ഒരു എക്സിനെ നമുക്ക് മാറ്റിയിട്ട് വേറെ ടേം ഇവിടെ ആക്കണം. ഇവിടെ x - π/2 എന്ന് പറഞ്ഞാൽ y ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. അവിടെ x - π/2 എന്ന് പറഞ്ഞാൽ y ആണെങ്കിൽ എക്സിൻ്റെ ടേം എന്തായിരിക്കും, ആ എക്സിനെ അവിടെ നിർത്തിയിട്ട് ആ π/2 അപ്പുറത്ത് കൊണ്ടുവരിക. സോ y എന്ന് പറഞ്ഞാൽ +π/2 ആവും. ആ π/2 അപ്പുറത്ത് പോയി y + π/2 എന്നായി. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു വാല്യൂ 2 × y + π ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഈ 2നെ എങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ 2നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 2y + π/2 എന്ന് വരും. സോ എക്സിൻ്റെ ടേം എന്തായി, 2y + π/2. സോ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, 2y + π/2. സോ എക്സിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കൽ അത്യാവശ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ടേമിനെയും നമ്മൾക്ക് വൈൻ്റെ ടേമിലേക്ക് ആക്കേണ്ടതുണ്ട്.
അതായത് നമ്മൾ ഇതിനെ മാത്രം y എന്ന് കൊടുത്താൽ ഈ ഒരു എക്സിന്റെ വാല്യൂ അവിടെ എക്സ് എന്ന് മാത്രമാക്കി മാറ്റാൻ പറ്റില്ല. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇനി ലിമിറ്റ് മൊത്തവും മാറ്റുകയാണ് ചെയ്യുക. ഇവിടെ ബേസിക്കലി നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക, ഇവിടെ എക്സിന്റെ ലിമിറ്റിനെ മൊത്തവും ഇവിടെ x → y/2 ആ. നമ്മൾ ആ ലിമിറ്റ് മൊത്തവും മാറ്റി എന്താക്കി, y ആക്കി മാറ്റി. സോ ഈ ഇക്വേഷനിൽ കാണുന്ന എല്ലാ എക്സിനും y ആക്കണം അല്ലേ. നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരു എക്സിനെ y ആക്കി മാറ്റിയാൽ ഇവിടെയുള്ള എല്ലാ എക്സിനും y ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സിന്റെ സ്ഥാനത്ത് 2y + π/2 എന്നുള്ളത് ഇവിടെ വെച്ച് കണ്ടുപിടിച്ചത്. സോ നമുക്ക് എപ്പോഴും ചെയ്യാനുള്ളത്, നമ്മൾ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൽ നിന്ന് നമ്മൾ 2y + π/2 എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ tan 2 ഈ 2 ഉണ്ട്, ഈ 2 കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആൻസർ എന്താ വരിക, ലാസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് വരും, ലിമിറ്റ് y → 0 tan 2y + π ഡിവൈഡഡ് ബൈ tan 2y + π ഡിവൈഡ് ബൈ y എന്ന് പറഞ്ഞ ആൻസർ വരും. സോ നമുക്ക് ഇനിയും ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലിമിറ്റ് x → 0 tan x/x എന്ന് പറയുന്നത് 1 ആണ് എന്ന്. നമ്മൾ sin x/x പോലെ തന്നെ tan xന്റെ കേസും അങ്ങനെ തന്നെയാണ്. ലിമിറ്റ് tan x/x = ഞാൻ ഫസ്റ്റ് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആ രണ്ട് ഇക്വേഷൻസ് എഴുതി തന്നിട്ടുണ്ട്. ലിമിറ്റ് x → 0 sin x/x 1 ആണ്, tan x/x 1 ആണ്. സോ നമുക്ക് ഇവിടെ tan y/y എന്നുള്ള ടേമിലേക്ക് എത്തണം. ഇവിടെ അങ്ങനെ അല്ലല്ലോ, 2y + π എന്നൊക്കെ ഉണ്ട്. സോ നമ്മൾക്ക് ആ ഒരു ടേമിനെ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം കൂടി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു കേസാണ്. ടാൻ്റെ കേസിൽ tan x + π എന്ന് വന്നാൽ tan x എന്നാണ് വാല്യൂ വരുന്നത്. tan x + π, പൈനോട് നമ്മൾ എന്ത് ചെയ്താണ്, x + π നമ്മളിത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. പൈനോട് നമുക്ക് ടാനിൻ്റെ ഒപ്പം ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ കിട്ടുന്നു. നമ്മൾ എന്താ പഠിച്ചത്, tan x + π എന്ന് പറഞ്ഞാൽ അത് tan x തന്നെയാണ്. ടാനിന് നമ്മൾ പൈ കൊണ്ട് ആഡ് ചെയ്താൽ എക്സ് തന്നെ കിട്ടുക. അതായത് നമ്മൾ പറയാണ് tan y + π എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പൈ അവിടുന്ന് പോയിട്ട് tan y എന്ന് വരും. നമുക്കിവിടെ പറയും, ഇവിടെയുള്ള ടേം tan 2y + π ആ. സോ tan 2y + π എന്ന് പറഞ്ഞാൽ വരും tan 2y എന്ന് വരും അല്ലേ. ഈ പൈ ഇവിടുന്ന് പോകും. ഇത് നമുക്ക് ട്രിഗണോമെട്രിക്കിൻ്റെ ആ ഏരിയയിൽ പഠിക്കണ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. സോ ഈ ഒരു കോൺസ്റ്റൻ്റ് റിസൾട്ട്, ഇവിടുത്തെ ഈ കോൺസ്റ്റൻ്റ് റിസൾട്ട് പ്രകാരം ഈക്വേഷൻ എന്തായി മാറും, ലിമിറ്റ് y → 0 tan 2y + y നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൈ ഇവിടുന്ന് പോയിട്ട് എന്താവും, tan 2y എന്ന് തന്നെയാവും, tan 2y/y. സോ tan 2y/y എന്ന് വന്നു. ഇവിടുന്ന് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട്, വളരെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു വൈന് വൈനോട് കട്ട് ചെയ്യും, എന്നിട്ട് tan 2 എന്ന് പറഞ്ഞ ആൻസർ ചെയ്തു. സോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ y ഒന്നും കട്ട് ചെയ്ത് പോകില്ല. നമ്മൾ sin x/x = x കട്ട് ഒന്നും ചെയ്തില്ലല്ലോ. സോ ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്ത് ഒരിക്കലും പ്രോബ്ലം ചെയ്യരുത്. ഇത് ടാൻ്റെ ഒപ്പമുള്ള ആളാണ്. സോ ഈ വൈനെറ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് കാരണം റിസൾട്ട് വേറൊരു കാര്യം നമുക്കിവിടെ അറിയുന്നതാണ്, ലിമിറ്റ് x → 0 tan x/x = 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോ ടാനിൻ്റെ ഒപ്പം മേലെ വന്ന അതേ ടേം അടിയിൽ വന്നാൽ നമുക്ക് ആ ടേം = 1 എന്ന് എഴുതാം. ഇവിടെ 2y ആണ്, ഇവിടെ y മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു 2ൻ്റെ കുറവുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷനിൽ ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. ഈ 2 ഇവിടെ ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം അല്ലേ. ആ 2 കട്ട് ചെയ്ത് പോകണ്ടേ. സോ നമുക്ക് എന്ത് ചെയ്ത് tan 2y/2y അല്ലേ, tan 2y/2y. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു 2 ഇവിടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു. ആ 2 ഇട്ട് കൊടുത്ത പ്രശ്നമില്ലാതിരിക്കാൻ മേലെയും 2 ഇട്ട് കൊടുത്തു. നമ്മൾ sin ax/ax ചെയ്യുമ്പോൾ അടിയിൽ x കൊടുത്ത് മേലെ x കൊടുത്തില്ല. അതേപോലെ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ 2 ആണ് വന്നത്, ഇവിടെ 2y ആണ് ആക്കേണ്ടത്. സോ tan 2y/2y എന്ന് വന്നു. ആ ഒരു വാല്യൂ എന്താ, 1 ആണ്. സോ ഇവിടെ 2 ബാക്കിയുണ്ട്. 1 × 2 എന്ന് പറഞ്ഞാൽ 2, ആൻസർ ഈസ് 2. സോ നമ്മൾ ഇത്രയും ചെയ്ത ഈ ഒരു ടേമിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് x π/2 എന്ന് കൊടുത്താൽ ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ 2ലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം, ഇതിന് മീൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ എക്സാം എന്തായാലും ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് പറയുന്നുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതേപോലെ tan x + π എന്ന് പറഞ്ഞാൽ tan x എന്നുള്ളൊരു കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അവസാനമായിട്ട് tan x/x എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസൾട്ട് യൂസ് ചെയ്യുക. സോ 4 ടൈപ്പ് ഓഫ് കാര്യമാണ്. ഈ 4 കാര്യം കുട്ടികൾക്ക് അറിയോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുക. സോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കും. ഇതേപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം.
നമുക്ക് tan x ബൈ tan x എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക. ഇതേപോലെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ചെയ്തു ഇവിടെ. സിമ്പിളായിട്ടുള്ള എക്സ് ഡയറക്റ്റ് കൊടുക്കേണ്ടതും ഒരു സൈൻ എക്സ് ബൈ എക്സ് റിസൾട്ട് പറയേണ്ടതും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് ചെയ്തു. ഈ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ലിമിറ്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിലെ നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണെന്ന് പറയും. ഈ ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ്സ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആരും പഠിപ്പിക്കുള്ളൂ. ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോബ്ലംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഏത് മെറ്റീരിയലും നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രോബ്ലംസ് ഇല്ലാതൊരു മെറ്റീരിയൽ ഉണ്ടാവില്ല. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് പഠിച്ച ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സോ ഞാൻ ഈ ഏരിയയിൽ ലിമിറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സെക്ഷനിലായിട്ട് 2 ടോപ്പിക്കുകളും അതിൻ്റെ എക്സസൈസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇവിടെ ലിമിറ്റ്സിൻ്റെ നമുക്ക് ഡെഫിനിഷൻ അതൊന്നും പറയാനില്ല, ഡയറക്റ്റ് എക്സസൈസും പ്രോബ്ലം തന്നെ പറയാനുള്ളൂ. സോ എല്ലാ പ്രോബ്ലംസും എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്കിത് ആദ്യം ഏത് ഓർഡർ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ലിമിറ്റ് പഠിച്ചതിന് ശേഷം ഇനിയും ഡെറിവേറ്റീവ്സ് പഠിച്ചാൽ വലിയ ബന്ധമൊന്നുമില്ല അതിനെ കുറിച്ചിട്ടുള്ളത്. സോ ഡെറിവേറ്റീവ് എന്ന ഫംഗ്ഷനെ കുറിച്ച് ഡെറിവേറ്റീവും ഡെറിവേഷനൊക്കെ നമ്മൾ ചെയ്യാണ്. സോ ഒരു മാർക്കും നിങ്ങൾക്ക് പോകാൻ പാടില്ല. ഞാൻ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് ബോർ വന്ന് ഇത് ലെങ്തി ആയിട്ട് പ്രശ്നം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇത് എടുത്തിട്ട് ഞാൻ ഈ ടോപ്പിലേക്ക് വന്നത്. സോ ഡെറിവേറ്റീവ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കണം. ഒരു പ്രോബ്ലം ഇതൊന്നും 2 പ്രോബ്ലം ഇതൊന്നും ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പ്രിപ്പയർ ആവണം. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഒരു പ്രാവശ്യം പരിചയം വേണം, എഴുതിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും എഴുതാനൊക്കെ പറ്റുള്ളൂ. സോ എഴുതി പഠിക്കണം, ഒരിക്കലും വായിച്ച് പഠിക്കാതെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിക്കുക. ഒരു സെക്കൻഡ് കുറച്ചെങ്കിലും ഇത് എഴുതിയിട്ട് ഒരു ആൻസർ എത്തിക്കാൻ നോക്കണം. റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇനിയും കൂടുതൽ എക്സസൈസുമായിട്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.